6-ാം വാക്യം. അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവനോട് ഷിബ്ലോത്ത് എന്ന് ഉച്ചരിക്കാൻ പറയും. ശരിയായി ഉച്ചരിക്കാതെ സിബ്ലോത്ത് എന്ന് പറഞ്ഞാൽ അവർ അവനെ പിടിച്ച് ജോർദാൻ്റെ കടവുകളിൽ വെച്ച് കൊല്ലും. 42,000 എഫ്രൈംകാർ അന്നാളുകളിൽ വധിക്കപ്പെട്ടു. ചോദ്യം: നീ ഒരു എഫ്രൈംകാരനോ എന്ന ചോദ്യത്തിന് അല്ല എന്ന അഭയാർത്ഥി ഉത്തരം പറഞ്ഞാൽ അവനോട് ഉച്ചരിക്കാൻ പറയുന്ന വാക്ക് ഏതായിരുന്നു? ഉത്തരം: ഷിബ്ലോത്ത്. ചോദ്യം: ഷിബ്ലോത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാതെ സിബ്ലോത്ത് എന്ന് പറയുന്നതിനെ ഗിലെയാദുകാർ പിടിച്ചു കൊന്നിരുന്നത് എവിടെ വെച്ച്? ഉത്തരം: ജോർദാൻ്റെ കടവുകളിൽ വെച്ച്. ചോദ്യം: ഷിബ്ലോത്ത് എന്ന് ശരിയായി ഉച്ചരിക്കാത്തതിനാൽ വധിക്കപ്പെട്ട എഫ്രൈംകാർ എത്ര? ഉത്തരം: 42,000 എഫ്രൈംകാർ. 7-ാം വാക്യം. ജഫ്ത ഇസ്രായേലിൽ 6 വർഷം ന്യായപാലനം നടത്തി. ഗിലെയാദുകാരനായ ജഫ്ത മരിച്ചു. സ്വന്തം പട്ടണമായ ഗിലെയാദിൽ അടക്കപ്പെട്ടു. ജഫ്ത ഇസ്രായേലിൽ എത്ര വർഷം ന്യായപാലനം നടത്തി? ഉത്തരം: 6 വർഷം. ഗിലെയാദുകാരനായ ജഫ്ത അടക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം: സ്വന്തം പട്ടണമായ ഗിലെയാദിൽ. 12-ാം അധ്യായത്തിലെ ആദ്യ തലക്കെട്ടാണ് ഇബ്സാൻ. 8-ാം വാക്യം. അവനുശേഷം ബേത്ലഹേംകാരനായ ഇബ്സാൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. അവന് 30 പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന 30 പുത്രിമാരും തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാരും ഉണ്ടായിരുന്നു. ചോദ്യം: ഇബ്സാൻ ഏത് നാട്ടുകാരനായിരുന്നു? ഉത്തരം: ബേത്ലഹേംകാരൻ. ഇബ്സാന് എത്ര പുത്രന്മാരും പുത്രിമാരും ഉണ്ടായിരുന്നു? അവന് 30 പുത്രന്മാരും സ്വന്തം കുലത്തിന് വെളിയിൽ വിവാഹം കഴിച്ചു കൊടുത്തിരുന്ന 30 പുത്രിമാരും തൻ്റെ പുത്രന്മാർക്ക് വേണ്ടി കുലത്തിന് വെളിയിൽ നിന്ന് സ്വീകരിച്ച 30 പുത്രിമാരും ഉണ്ടായിരുന്നു. 10-ാം വാക്യം. അവൻ 7 വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി. ഇബ്സാൻ മരിച്ചു. ബേത്ലഹേമിൽ അടക്കപ്പെട്ടു. ചോദ്യം: ഇബ്സാൻ എത്ര വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തി? ഉത്തരം: 7 വർഷം. ഇബ്സാൻ അടക്കപ്പെട്ടത് എവിടെ? ഉത്തരം: ബേത്ലഹേമിൽ.